വെൽക്കം ടു ലേണിനോ. ഇന്ന് നമ്മൾ RRB NDPC എക്സാംസിന് വേണ്ടിയിട്ടുള്ള എക്കണോമിക്സ്, ഇന്ത്യൻ എക്കണോമിയിൽ നമ്മൾ ഇന്ന് പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ചിട്ടാണ് നോക്കുന്നത്. പ്ലാനിംഗ് കമ്മീഷനാണ് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പൊ പ്ലാനിംഗ് കമ്മീഷൻ നമ്മൾ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ വരെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ സെക്കൻഡ് 5 ഇയർ പ്ലാൻ ആണ് നമുക്ക് ഇനി നോക്കാനായിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ എന്ന് പറയുമ്പോൾ ഏത് കാലഘട്ടത്തിലായിരുന്നു? ആദ്യത്തേത് 1951 തൊട്ട് 56 വരെയായിരുന്നു. അപ്പം നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ അസന്റോട് കൂടി ആണ് ഏത് ഫസ്റ്റ് 5 ഇയർ പ്ലാൻ വരുന്നത്. അപ്പം ജവഹർലാൽ നെഹ്റു ആയിരുന്നു അധ്യക്ഷനായിട്ടുള്ളത്. അത് 8th സ്റ്റാർട്ട് ചെയ്തത് ജവഹർലാൽ നെഹ്റു 8th ഡിസംബർ 1951 8th ഡിസംബർ 1951 എന്ത് ചെയ്തത്? ജവഹർലാൽ നെഹ്റു ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ ഗേവ് പ്രയോറിറ്റി ടു അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ്. എന്തിനാണ്? അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് പ്രയോറിറ്റി കൊടുത്തു. ഫസ്റ്റ് 5 ഇയർ പ്ലാൻ ഗേവ് പ്രയോറിറ്റി ടു അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ്. അപ്പൊ കാർഷിക വികസനത്തിന് പിന്നെ എന്ത് കൊടുത്തു? പ്രയോറിറ്റി കൊടുത്ത ആദ്യത്തെ 5 ഇയർ പ്ലാൻ ആണ് ഇതെന്ന് പറയുന്നത്. അടുത്തതെന്ന് വെച്ചാല് KN രാജ് ആരെന്ന് പറയുന്നത്? KN രാജ് ആയിരുന്നു ആർക്കിടെക്ട് ഓഫ് ദ പ്രിയാമ്പിൾ ഓഫ് ദ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ. അപ്പൊ ഫസ്റ്റ് 5 ഇയർ പ്ലാന്റെ ആർക്കിടെക്ട് എന്ന് പറയുന്നത് ആരാണ്? KN രാജ് ആണ്. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ആൻഡ് ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം വെയർ ലോഞ്ച്ഡ് ഇൻ 1952. എന്താണ്? കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമും ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാമും ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് 1952 അപ്പൊ 1952 എന്ത് വരുന്നത്? കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമും പിന്നീട് എന്താണ് വന്നത്? ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ഇവയെല്ലാം ലോഞ്ച് ചെയ്തത് 1952. അടുത്തത് സെക്കൻഡ് 5 ഇയർ പ്ലാൻ ആണ് നമുക്ക് നോക്കാനുള്ളത്. ഇപ്പൊ സെക്കൻഡ് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത് 1956 തൊട്ട് 61 വരെയാണ്. ദ പ്ലാൻ എയിംഡ് അറ്റ് റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ വിത്ത് പർട്ടിക്കുലർ എംഫാസിസ് ഓൺ ദ ഡെവലപ്മെന്റ് ഓഫ് ബേസിക് ആൻഡ് ഹെവി ഇൻഡസ്ട്രീസ് സച്ച് as സ്റ്റീൽ, ഹെവി കെമിക്കൽസ് ഇൻക്ലൂഡിംഗ് നൈട്രജനസ് ഫെർട്ടിലൈസേഴ്സ് എക്സെട്ര. അത് കഴിഞ്ഞിട്ട് അപ്പൊ എന്താണ് സെക്കൻഡ് 5 ഇയർ പ്ലാൻ ഏതിനാണ് ഊന്നൽ നൽകിയത്? വ്യവസായികവൽക്കരണത്തിനാണ്. അപ്പൊ അതിൻ്റെ കൂടെ തന്നെ അതുകൊണ്ട് തന്നെ എന്താ സ്റ്റീൽ ഇൻഡസ്ട്രീസും നൈട്രജനസ് ഫെർട്ടിലൈസേഴ്സും ഹെവി ഇൻഡസ്ട്രീസും ഒക്കെ വരാൻ തുടങ്ങിയത് രണ്ടാമത്തെ 5 ഇയർ പ്ലാനിലാണ്. ദ സ്റ്റീൽ പ്ലാന്റ് ഓഫ് ഇന്ത്യ ബിൽറ്റ് ഡ്യൂറിംഗ് സെക്കൻഡ് 5 ഇയർ പ്ലാൻ ആണ്. ഏതൊക്കെയാണ്? ദുർഗാപൂർ, വെസ്റ്റ് ബംഗാള്, ഭിലായി ഛത്തീസ്ഗഡ്. ഏതാണ്? ഭിലായി ഛത്തീസ്ഗഡ്, റൂർക്കേല ഒഡീഷ ഇവയെല്ലാം. അപ്പൊ സ്റ്റീൽ പ്ലാന്റ് ഓഫ് ഇന്ത്യ ബിൽറ്റ് ഡ്യൂറിംഗ് സെക്കൻഡ് 5 ഇയർ പ്ലാൻ ദുർഗാപൂർ, വെസ്റ്റ് ബംഗാള്, ഭിലായ്. ഏതൊക്കെയാണ്? ദുർഗാപൂർ. അപ്പൊ ദുർഗാപൂർ എവിടെയാണ്? വെസ്റ്റ് ബംഗാൾ ദുർഗാപൂർ. അതുപോലെ പിന്നീട് ഏതാണ്? ഭിലായി ഏതാണ്? ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡ്. അതുപോലെ തന്നെ പിന്നെ വരുന്ന ഏതാണ്? റൂർക്കേല എവിടെയാണ്? ഒഡീഷ. അപ്പം ദുർഗാപൂർ വെസ്റ്റ് ബംഗാള്, ഭിലായി ഛത്തീസ്ഗഡ്, റൂർക്കേല ഒഡീഷ. അപ്പം ദുർഗാപൂർ വെസ്റ്റ് ബംഗാള്, ഭിലായി ഛത്തീസ്ഗഡ്, റൂർക്കേല എവിടെയാ? ഭിലായി എവിടെയാ? ഛത്തീസ്ഗഡ്. ദുർഗാപൂർ എവിടെയാ? ദുർഗാപൂർ വെസ്റ്റ് ബംഗാളിലാണ്. ദുർഗാപൂർ എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലാണ്. ഭിലായി എവിടെയാണ്? ഛത്തീസ്ഗഡിലാണ്. റൂർക്കേല എവിടെയാണ്?
ഒഡീഷയിലാണ്. അപ്പൊ ദുർഗാപൂർ വെസ്റ്റ് ബംഗാൾ, ഭിലായ് ഛത്തീസ്ഗഡ്, റൂർക്കേല ഒഡീഷ എന്നിവിടങ്ങളിലാണ് എന്ത് വരുന്നത്, സ്റ്റീൽ പ്ലാന്റ് ഓഫ് ഇന്ത്യ നിർമ്മിച്ചത്. അതുപോലെ തന്നെ സെക്കൻഡ് 5 ഇയർ പ്ലാൻ ഈസ് ബേസ്ഡ് ഓൺ മഹലനോബിസ് മോഡല്. ഇപ്പൊ സെക്കൻഡ് 5 ഇയർ പ്ലാൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, മഹലനോബിസ് മോഡലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സെക്കൻഡ് 5 ഇയർ പ്ലാൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, സെക്കൻഡ് 5 ഇയർ പ്ലാൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, സെക്കൻഡ് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, മഹലനോബിസ് മോഡൽ എന്ന് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ സെക്കൻഡ് 5 ഇയർ പ്ലാൻ മഹലനോബിസ് മോഡൽ എന്നാണ് അറിയപ്പെട്ടിരിക്കുന്നത്. മഹലനോബിസ് മോഡൽ എന്നാണ് സെക്കൻഡ് 5 ഇയർ പ്ലാൻ അറിയപ്പെട്ടിരിക്കുന്നത്. അതുപോലെ നമുക്ക് തേർഡ് 5 ഇയർ പ്ലാൻ നോക്കുമ്പോഴത്തേക്കും 1961 തൊട്ട് എന്താണ് 1966 വരെയാണ് എന്തെന്ന് പറയുന്നത് തേർഡ് 5 ഇയർ പ്ലാൻ. അപ്പൊ ഈ തേർഡ് 5 ഇയർ പ്ലാൻ സ്ട്രെസ്ഡ് ഓൺ അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രി. അടുത്തത് മെനി പ്രൈമറി സ്കൂൾസ് വെയർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ റൂറൽ ഏരിയാസ്. റൂറൽ ഏരിയാസിൽ എന്ത് ചെയ്തു, പ്രൈമറി സ്കൂൾസ് എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തത് തേർഡ് 5 ഇയർ പ്ലാനിലാണ്. അപ്പൊ 61 തൊട്ട് 66 വരെയാണ് തേർഡ് 5 ഇയർ പ്ലാൻ. മെനി പ്രൈമറി സ്കൂൾസ് വെയർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ റൂറൽ ഏരിയാസ്. മെയിൻ ഗോൾ ഓഫ് തേർഡ് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത് എന്താണ്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സെൽഫ് റിലയൻസ് ആൻഡ് സെൽഫ് ജനറേറ്റിംഗ് എക്കണോമി. ഇപ്പൊ സെൽഫ് ജനറേറ്റിംഗ് ആൻഡ് സെൽഫ് റിലയൻസ് ആണ് മെയിൻ ഗോൾ ഓഫ് എന്ന് പറയുന്നത് തേർഡ് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത്. ഡ്യൂറിംഗ് തേർഡ് 5 ഇയർ പ്ലാൻ ഗ്രീൻ റെവല്യൂഷൻ സ്റ്റാർട്ടഡ്. അപ്പൊ തേർഡ് 5 ഇയർ പ്ലാൻ സമയത്ത് ഗ്രീൻ റെവല്യൂഷൻ എന്ത് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു. മെനി സിമെന്റ് ആൻഡ് ഫെർട്ടിലൈസർ പ്ലാന്റ്സ് ബിൽഡ് ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് തേർഡ് 5 ഇയർ പ്ലാൻ. ടാർഗറ്റ് ഗ്രോത്ത് റേറ്റ് വാസ് 5.6. ഗ്രോത്ത് റേറ്റ് ഓഫ് തേർഡ് 5 ഇയർ പ്ലാൻ വാസ് ഓൺലി 2.4%. 2.4% മാത്രമാണ് എന്തെന്ന് പറയുന്നത്, ഗ്രോത്ത് റേറ്റ് ഓഫ് തേർഡ് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത് 2.4% മാത്രമായിരുന്നു. അപ്പൊ third 5 year plan stressed on agriculture and industry. Many primary schools were introduced in rural areas. Main goal of third 5 year plan was established to self-reliance and self-generating economy. During third 5 year plan, green revolution was started. Many cement and fertilizer plants built during the period of third 5 year plan. ടാർഗറ്റ് ഗ്രോത്ത് റേറ്റ് എത്രയാണ്, 5.6 ആയിരുന്നു. ഗ്രോത്ത് റേറ്റ് ഓഫ് തേർഡ് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത് ഓൺലി 2.4% മാത്രമായിരുന്നു ഉള്ളത്. അപ്പൊ ഈ ഗ്രീൻ റെവല്യൂഷൻ ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ എന്നറിയപ്പെടുന്ന ആരായിരുന്നു, MS സ്വാമിനാഥനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ എന്നറിയപ്പെടുന്ന ആരാണ്, MS സ്വാമിനാഥനെയാണ് നമ്മൾ ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ എന്നറിയപ്പെടുന്നത്. ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ എന്നറിയപ്പെടുന്ന ആരെയാണ്, MS സ്വാമിനാഥനെയാണ് ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ കൃഷിക്കും വ്യവസായത്തിനും വേണ്ടിയിട്ട് സ്ട്രെസ് ചെയ്തു. അപ്പൊ തേർഡ് 5 ഇയർ പ്ലാൻ വാസ് സ്ട്രെസ്ഡ് ഓൺ അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രി. അപ്പം കൃഷിക്കും വ്യവസായത്തിനും സ്ട്രെസ് ചെയ്തത് എന്താണ്, തേർഡ് 5 ഇയർ പ്ലാൻ ആണ്. അപ്പൊ മെനി പ്രൈമറി സ്കൂൾസ് വെയർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ റൂറൽ ഏരിയാസ്. അപ്പൊ പ്രൈമറി സ്കൂൾസ് റൂറൽ ഏരിയാസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുപോലെ തന്നെ മെയിൻ ഗോൾ ഓഫ് തേർഡ് 5 ഇയർ പ്ലാൻ വാസ് establishment of self-reliance and self-generating economy. ഇപ്പൊ ഡ്യൂറിംഗ് തേർഡ് 5 ഇയർ പ്ലാൻ ഗ്രീൻ റെവല്യൂഷൻ എന്ത് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു. ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ ആരാണ്, ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്, MS സ്വാമിനാഥനാണ്. അതുപോലെ മെനി സിമെന്റ് ആൻഡ് ഫെർട്ടിലൈസർ പ്ലാന്റ്സ് ബിൽഡ് ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് തേർഡ് 5 ഇയർ പ്ലാൻ. ടാർഗറ്റ് ഗ്രോത്ത് റേറ്റ് എത്രയാണ്, 5.6 ആയിരുന്നു. ഗ്രോത്ത് റേറ്റ് ഓഫ് തേർഡ് 5 ഇയർ പ്ലാൻ വാസ് ഓൺലി 2.4% മാത്രമായിരുന്നു. ഇനി അടുത്ത് നമുക്ക് ഫോർത്ത് 5 ഇയർ പ്ലാൻ നോക്കാം. ഫോർത്ത് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത് അതിന്റെ വർഷം എന്ന് പറയുന്നത് 1969 തൊട്ട് 74 വരെയായിരുന്നു. ഫോർത്ത് 5 ഇയർ പ്ലാന്റെ വർഷം എന്ന് പറയുന്നത് 1969 തൊട്ട് 74, 69 തൊട്ട് 74 വരെയായിരുന്നു എന്തെന്ന് പറയുന്നത് ഫോർത്ത് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത് 1969 തൊട്ട് 74 വരെയാണ്. അപ്പൊ എന്താണ്, ഗ്രോത്ത് വിത്ത് സ്റ്റെബിലിറ്റി ആൻഡ് പ്രോഗ്രസീവ് അച്ചീവ്മെന്റ്സ് ഓഫ് സെൽഫ് റിലയൻസ് were the principal objectives of the fourth 5 year plan. Fourth 5 year plan objectives എന്താണ്, ഗ്രോത്ത് വിത്ത് സ്റ്റെബിലിറ്റി. പിന്നീടോ പ്രോഗ്രസീവ് അച്ചീവ്മെന്റ്സ് ഓഫ് സെൽഫ് റിലയൻസ് were the principal objectives of fourth 5 year plan. The fourth 5 year plan was adopted Gadgil model of strategy growth with stability.
അപ്പം ഗാഡ്ഗിൽ മോഡൽ ഓഫ് സ്ട്രാറ്റജി ഗ്രോത്ത് വിത്ത് സ്റ്റെബിലിറ്റി 4th 5-year പ്ലാൻ എന്ന് പറയുമ്പം അഡോപ്റ്റഡ് ഗാഡ്ഗിൽ മോഡൽ ഓഫ് സ്ട്രാറ്റജി ഗ്രോത്ത് വിത്ത് സ്റ്റെബിലിറ്റി. അതുപോലെ തന്നെ ദിസ് പ്ലാൻ ഗിവ്സ് മോർ ഇമ്പോർട്ടൻസ് ടു അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രി. അപ്പൊ കൃഷിക്കും വ്യവസായത്തിനും ഒക്കെ വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തു. പിന്നീട് പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി നാഷണലൈസ്ഡ് 14 ബാങ്ക് 1969 ഡ്യൂറിങ് 4th 5-year പ്ലാൻ. അപ്പം പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി എന്ത് ചെയ്തു? 14 ബാങ്കുകൾ എന്ത് ചെയ്തു? നാഷണലൈസ് ചെയ്തു 1969 4th 5-year പ്ലാന്റെ സമയത്ത്. അത് കഴിഞ്ഞാൽ ഇൻഡോ പാക് വാറും ഈ ഒരു കാലഘട്ടത്തിലായിരുന്നു. 1969-74 കാലഘട്ടത്തിലായിരുന്നു ഇൻഡോ പാക് വാർ. അപ്പൊ ഇന്ത്യ പാക് യുദ്ധവും ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയായിരുന്നു. അടുത്ത 5th 5-year പ്ലാൻ പ്രിപ്പയർഡ് ആൻഡ് ഡെവലപ്ഡ് ബൈ DP ദർ. അപ്പൊ DP ദർ ആണ് എന്ത് ചെയ്തത്? 5th 5-year പ്ലാൻ 5ാം പഞ്ചവത്സര പദ്ധതി 1974 തൊട്ട് 79 വരെയാണ് എന്ത് ചെയ്തത്? 5ാം പദ്ധതി 1974 മുതൽ 79 വരെയാണ് പ്രിപ്പയർഡ് ആൻഡ് ഡെവലപ്ഡ്. അപ്പൊ എന്താണ്? പ്രിപ്പയർഡ് ആൻഡ് ഡെവലപ്ഡ് ബൈ ആരാണ്? DP ദർ. ഇപ്പൊ DP ദർ ആണ് എന്ത് ചെയ്തത്? പ്രിപ്പയർ ആൻഡ് ഡെവലപ്ഡ് ബൈ ആരാണ്? DP ദർ ആണ്. 5ാമത്തെ 5-year പ്ലാൻ പ്രിപ്പയർ ചെയ്യുകയും ഡെവലപ്പ് ചെയ്യുകയൊക്കെ ചെയ്ത ആരാണ്? DP ദർ ആണ്. 1974 തൊട്ട് 79 വരെയാണ് എന്ന് പറയുന്നത് 5ാമത്തെ 5-year പ്ലാൻ എന്ന് പറയുന്നത്. അപ്പൊ the plan gave high priority to bring inflation under control and to achieve stability in the economic situation. അപ്പൊ എന്താണ് ഈ പ്ലാൻ എന്ന് പറയുന്നത്? ഹൈ പ്രയോറിറ്റി ടു ബ്രിങ് ഇൻഫ്ലേഷൻ അണ്ടർ കൺട്രോൾ ആൻഡ് ടു അച്ചീവ് സ്റ്റെബിലിറ്റി ഇൻ ദ എക്കണോമിക് സിറ്റുവേഷൻ. ഇപ്പൊ റിമൂവൽ ഓഫ് പോവർട്ടി ആൻഡ് അച്ചീവ്മെന്റ് ഓഫ് സെൽഫ് റിലയൻസ് വാസ് ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദിസ് പ്ലാൻ. അപ്പൊ എന്താണ്? ദാരിദ്ര്യം ഇല്ലാണ്ടാക്കുക, അതുപോലെ തന്നെ നമ്മൾ സ്വന്തമായി തന്നെ എല്ലാം നിർമ്മിക്കുക ഇന്ത്യക്കകത്ത് തന്നെ. അതൊക്കെയായിരുന്നു ഈ ഒരു പ്ലാന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗരീബി ഹട്ടാവോ. അപ്പൊ എന്താണ്? ഗരീബി ഹട്ടാവോ എന്നുള്ള ഒരു മുദ്രാവാക്യം ഇന്ദിരാഗാന്ധി കൊണ്ടുവന്നത് ഈ ഒരു സമയത്താണ്. ഇന്ദിരാഗാന്ധി ലോഞ്ച് 20 point പ്രോഗ്രാം ഡ്യൂറിങ് ദിസ് പ്ലാൻ. അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി എന്ത് ചെയ്തു? 20 point പ്രോഗ്രാം ഒക്കെ ലോഞ്ച് ചെയ്തു. ഈ ഒരു പീരീഡിൽ 20 point പ്രോഗ്രാംസ് ഒക്കെ ലോഞ്ച് ചെയ്തു. അതുപോലെ തന്നെ 5th പ്ലാൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഇന്ദിരാഗാന്ധി സ്ലോഗൻ ഗരീബി ഹടാവോ. ഗരീബി ഹടാവോ എന്ന് പറഞ്ഞ സ്ലോഗന്റെ കാര്യമാണ് പ്രീവിയസ് ആയിട്ട് എപ്പോഴും ഈ ഒരു ഭാഗത്തുനിന്ന് ചോദിക്കുന്നത്. എന്താണ്? 5th 5-year പ്ലാൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഏതാണ്? സ്ലോഗൻ ഗരീബി ഹടാവോ എന്ന് വെച്ചാൽ എന്താണ്? പോവർട്ടി ഇല്ലാതാക്കുക, ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ടൈമിൽ വന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് 6th 5-year പ്ലാൻ നോക്കാം. ഇപ്പൊ 6th 5-year പ്ലാൻ എന്ന് പറയുന്നത് മാർക്ക് ദ ബിഗിനിങ് ഓഫ് എക്കണോമിക് ലിബറലൈസേഷൻ. അപ്പൊ എന്താണ്? അപ്പൊ 5th 5-year പ്ലാൻ വാസ് മാർക്ക് ദ ബിഗിനിങ് ഓഫ് എക്കണോമിക് ലിബറലൈസേഷൻ. ഫാമിലി പ്ലാനിങ് വാസ് ഓൾസോ എക്സ്പാൻഡ് ഇൻ ഓർഡർ ടു പ്രിവെന്റ് ഓവർ പോപ്പുലേഷൻ. Elimination of unemployment and poverty was the objective of 6th 5-year plan. IRDP, NREP, RLAGP try some training of rural youth for self-employment. ഇതെല്ലാമാണ് ഇതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നത്. നോൺ ആസ് ഗാന്ധിയൻ മോഡൽ, ഗ്രോത്ത് 5.6, സെക്കൻഡ് ബാങ്ക് നാഷണലൈസേഷൻ, നബാർഡ്, ഇതെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് ബാക്കി അപ്പം വേറൊരു ക്ലാസ്സിലൂടെ നോക്കാം. ഓക്കെ, അപ്പോഴ് എന്താ നമുക്ക് എന്തൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം, IRDPയുടെ ഫുൾ ഫോം ആണ്. അതുപോലെ നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം, റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം,
അതുപോലെ തന്നെ ട്രെയിനിങ് ഓഫ് റൂറൽ യൂത്ത് ഫോർ സെൽഫ് എംപ്ലോയ്മെന്റ്, ട്രെയിനിങ് ഓഫ് റൂറൽ യൂത്ത് ഫോർ സെൽഫ് എംപ്ലോയ്മെന്റ്. ഇതൊക്കെ വന്നത് ഏത് കാലഘട്ടത്തിലാണ്? 6ാമത്തെ കാലഘട്ടത്തിൽ. ഏത് വർഷം തൊട്ട് ഏത് വർഷം വരെ? 80 തൊട്ട് 85 വരെ. എക്കണോമിക് ലിബറലൈസേഷന്റെ തുടക്കമൊക്കെ ഈ ഒരു ടൈമിൽ ഉണ്ടായിരുന്നു. പുതിയ സാമ്പത്തിക നയങ്ങളുടെയൊക്കെ തുടക്കം. ഫാമിലി പ്ലാനിങ് ആയിരുന്നു ഇതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ദാരിദ്ര്യവും തൊഴിലില്ലായ്മയൊക്കെ ഇല്ലാണ്ടാക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. ഈ ഒരു മോഡലിനെയാണ് ഗാന്ധിയൻ മോഡൽ എന്നറിയപ്പെടുന്നത്. 5.6% ഗ്രോത്ത് ഉണ്ടായിരുന്നു. അതുപോലെ സെക്കൻഡ് ബാങ്കുകളെ നാഷണലൈസ് ചെയ്തു. ഏത് വർഷം? 1980 തൊട്ട് ഏപ്രിൽ 15 വരെ. 80 മുതൽ 15, ഏപ്രിൽ 15, 80, 1980 ഏപ്രിൽ 15. ആ വർഷമാണ് സെക്കൻഡ് ബാങ്ക് നാഷണലൈസ് വന്നത്. ഫസ്റ്റ് ബാങ്ക് നാഷണലൈസേഷനിൽ എത്ര ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചത്? 14 ബാങ്കുകളെയാണ് ആദ്യത്തെ ബാങ്ക് ദേശസാൽക്കരണത്തിൽ ദേശസാൽക്കരിച്ചത്. നബാർഡ് എന്ന് പറയുന്നത് കാർഷിക വികസനത്തിന് വേണ്ടിയിട്ടുള്ള ബാങ്കാണ് നബാർഡ് എന്ന് പറയുന്നത്. 1982 ഈ നബാർഡ് ബാങ്കുകൾ നിലവിൽ വന്നത്. എന്താണ്? നാഷണൽ ബാങ്ക് ഫോർ എന്താണ്? അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്നാണ് ഈ നബാർഡിന്റെ ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ